നമസ്കാരം. ഒരു സ്ത്രീ 40കളിലേക്ക് എത്തുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ കേൾക്കേണ്ടി വരാറുണ്ട്. ജോലിയില്ലാത്തവരാണെങ്കിൽ ഇത്ര നാളും നീ എന്താണ് ഇവിടെ ചെയ്തത് എന്ന് കേൾക്കേണ്ടി വരും. ജോലിയുള്ളവരാണെങ്കിൽ നീ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ജോലിക്ക് പോയത് എന്ന് കേൾക്കേണ്ടി വരും. അമ്മയ്ക്ക് ഒന്നും അറിയില്ല എന്ന് പറയുന്ന മക്കളും ഈ ഒരു ജീവിതം കൊണ്ട് യാതൊന്നും നേടാൻ സാധിച്ചില്ല എന്ന് സ്വയം വിശ്വസിക്കുന്ന സ്ത്രീകളുമൊക്കെ 40കളുടെ പ്രത്യേകതയാണ്. പലപ്പോഴും അമ്മമാർ 40കളിൽ എത്തുമ്പോൾ മക്കൾ കൗമാരപ്രായക്കാരായിരിക്കും, അല്ലെങ്കിൽ അവരുടെ സ്കൂൾ ജീവിതം അവസാനിക്കുന്ന സമയമായിരിക്കും. അപ്പോഴേക്കും സ്വന്തമായുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന, സ്വന്തമായ ഒരു വ്യക്തിത്വം രൂപപ്പെടുന്ന കാലഘട്ടത്തിലേക്ക് മക്കൾ എത്തിച്ചേരും. അവിടെ പലപ്പോഴും അമ്മമാരുടെ അഭിപ്രായങ്ങൾക്ക് എതിര് നിൽക്കാനും അത് കേൾക്കാതിരിക്കാനുമുള്ള ഒരു മാനസികാവസ്ഥയിലാണ് കുട്ടികൾ നിൽക്കുന്നത്. ഇത് സ്ത്രീകളെ വല്ലാതെ വിഷമത്തിലാക്കും. ആ ഒരു സമയം എത്തുമ്പോഴേക്കും അടുത്തിരുന്ന് സംസാരിക്കാനും സ്വന്തം കാര്യങ്ങൾ പങ്കുവെക്കാനുമുള്ള ഒരു പങ്കാളിയെയാണ് അവർ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും ജീവിതത്തിൻ്റെ തിരക്കുകളിലും ജോലി തിരക്കുകളിലും സാമ്പത്തികമായി നേരിടുന്ന ആ ഒരു പ്രത്യേക സമയത്തെ സാഹചര്യങ്ങൾ കാരണവും അങ്ങനെ അടുത്തിരുന്ന് സംസാരിക്കാൻ പങ്കാളികൾക്ക് സമയമില്ലാതെ വരും. ഈ ഒരൊറ്റപ്പെടലും ശാരീരികമായി ഉണ്ടാകുന്ന മാറ്റങ്ങളും ആർത്തവ വിരാമം എത്തുന്നതിന് മുമ്പുള്ള കാലഘട്ടമായതുകൊണ്ട് ഹോർമോൺ വ്യതിയാനങ്ങൾ കാരണമുള്ള പ്രശ്നങ്ങളുമൊക്കെ സ്ത്രീകൾ നേരിടുന്ന ഒരു കാലമാണിത്. ദേഷ്യം, സങ്കടം, സന്തോഷം ഒന്നും സ്വന്തം തീരുമാനത്തിന് നിൽക്കാതെ മൂഡ് സ്വിങ്സിൻ്റെ ഒരു കാലമാണ് 40കളിൽ സ്ത്രീകളെ കാത്തിരിക്കുന്നത്. ശാരീരികമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, അമിതമായ ക്ഷീണം, ഹോർമോൺ വ്യതിയാനങ്ങൾ കാരണമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, കൃത്യമല്ലാതെ വരുന്ന ആർത്തവം, ഇതൊക്കെ ഒരു ഭാഗത്ത്. സ്വന്തം തീരുമാനങ്ങൾക്ക് മറ്റുള്ളവർ വില നൽകുന്നില്ല എന്ന സങ്കടം ഒരിടത്ത്. വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കൾ അവർക്ക് വേണ്ടി കൂടുതൽ സമയം ചിലവഴിക്കേണ്ടി വരുന്നതുമൊക്കെ മിഡ് ലൈഫ് ക്രൈസിസിൻ്റെ ഒരു ഭാഗമാണ്. 40കൾ മുതൽ എപ്പോൾ വേണമെങ്കിലും മിഡ് ലൈഫ് ക്രൈസിസ് എന്ന ഒരു പ്രതിസന്ധി സ്ത്രീകളെ തേടിയെത്താം. സ്ത്രീകളെ മാത്രമല്ല പുരുഷന്മാരെയും തേടിയെത്തുമെങ്കിലും സ്ത്രീകളിലാണ് ഇത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാനും സംസാരിക്കാനുമൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് 40കൾ. ജീവിതത്തിൻ്റെ ഓട്ടപ്പാച്ചിലുകൾ കഴിഞ്ഞ് സ്വസ്ഥമായി ഇരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന സമയമാണിത്. ആ സമയത്ത് മക്കളുടെ തുടർ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, അവരുടെ വിവാഹ ജീവിതത്തെക്കുറിച്ച് ഒക്കെ പ്ലാൻ ചെയ്യുന്നതിനോടൊപ്പം സ്വന്തം പങ്കാളിയുമായി അല്പസമയം സംസാരിക്കാനും പ്രയാസങ്ങൾ പങ്കുവയ്ക്കാനുമൊക്കെ സ്ത്രീകൾ ഒരുപാട് ആഗ്രഹിക്കാറുണ്ട്. പലപ്പോഴും ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ ഇതിനൊന്നും നേരം കിട്ടാതെ വരുമ്പോൾ സ്വന്തം കാര്യം മറ്റുള്ളയാളോട് പങ്കുവയ്ക്കാൻ കഴിയാതെ വരുന്നതിൻ്റെ ദേഷ്യവും സങ്കടവുമൊക്കെ ഉള്ളിലൊതുക്കി ജീവിക്കേണ്ടി വരുന്നു. എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സങ്കടം വരുന്നത്, ദേഷ്യം വരുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നു. അമിതമായ ക്ഷീണവും ബുദ്ധിമുട്ടുകളും കാരണം നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ജോലികൾക്ക് കൂടുതൽ സമയം എടുക്കേണ്ടി വരുന്നു. അങ്ങനെ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാവുന്നുണ്ടോ എന്ന് സ്വയം സംശയിക്കേണ്ടി വരുന്ന ഒരു കാലമാണിത്. ജോലിക്കാരായ സ്ത്രീകളാണെങ്കിൽ അവരുടെ ജോലിയുടെ മറ്റൊരു കാലഘട്ടമായിരിക്കും അവരെ കാത്തിരിക്കുന്നത്. ഒപ്പം പഠിച്ചിരുന്നവരെ കാണുമ്പോൾ ഞാൻ കുറച്ചുകൂടി നന്നായി പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ജീവിതം സാഹചര്യങ്ങൾ ഒരുക്കാമായിരുന്നല്ലോ എന്ന് നിരാശപ്പെടുന്ന ഒരു കാലം. ഇതുവരെയുള്ള ജീവിതത്തിൽ നിന്ന് ശേഖരിച്ച അനുഭവങ്ങളും അറിവുകളുമൊക്കെ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുന്നൊരു കാലം കൂടിയാണിത്. പലപ്പോഴും ടോക്സിക് ആയിട്ടുള്ള ആളുകളെയും നമുക്ക് ചുറ്റും നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ആളുകളെയുമൊക്കെ ഒഴിവാക്കാൻ പഠിക്കുന്ന ഒരു കാലമാണ് 40കൾ എന്ന് പറയുന്നത്. സ്വന്തം ജീവിതത്തെക്കുറിച്ച്, സ്വന്തം സ്വപ്നങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു കാലമാണ് 40കൾ. അവനവന് വേണ്ടി ജീവിക്കാൻ തുടങ്ങുന്ന ഒരു കാലം. മറ്റുള്ളവരുടെയൊക്കെ മുൻഗണനകൾ മാറ്റി സ്വന്തം ജീവിതത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള ലക്ഷ്യപ്രാപ്തിയിലേക്ക് സ്ത്രീകൾ സഞ്ചരിച്ചു തുടങ്ങുകയും ചെയ്യുന്ന ഒരു കാലമാണ് 40കൾ. വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി വളരെ മനോഹരമാക്കാവുന്ന ജീവിതത്തിൻ്റെ മധ്യാഹ്നമാണ് 40കൾ എന്ന് പറയുന്നത്. ജീവിതത്തെക്കുറിച്ച്, പുതിയ പദ്ധതികളെക്കുറിച്ചൊക്കെ ചിന്തിക്കാനും സ്വന്തത്തെക്കുറിച്ച്, ആത്മാഭിമാനത്തെക്കുറിച്ചൊക്കെ സ്ത്രീകൾ ചിന്തിച്ചു തുടങ്ങുന്ന ഒരു സമയം. വളരെ മനോഹരമായി മധ്യാഹ്നം കടന്നു പോകുന്ന സ്ത്രീകൾ വാർദ്ധക്യത്തെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുമെന്നതിന് സംശയമില്ല. നമുക്ക് ചുറ്റുമുള്ള 40കളിൽ എത്തിയവരെയും നമുക്ക് ചേർത്ത് പിടിക്കാം. അവരുടെ ജീവിതത്തിന് പുതിയ പ്രതീക്ഷകൾ നൽകാം. നന്ദി, നമസ്കാരം.